ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ LDC LGS തുടങ്ങിയ പരീക്ഷകൾക്കായിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതി എന്നാണ്. രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവയൊക്കെ. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡെമിക് എന്നാണ്. സമൂഹത്തിൽ വളരെ കാലമായിട്ട് നിലനിൽക്കുന്നതും പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക് എന്നും, ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പാൻഡമിക് എന്നുമാണ് പറയുന്നത്. കാരണമറിയാതെ രോഗങ്ങളാണ് ക്രിപ്റ്റോജനിക് രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ സുണോസിസ് രോഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. മൃഗങ്ങൾക്കിടയിൽ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസ്യൂട്ടിക് ഡിസീസസ്. രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും ഒരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയൊക്കെയാണ്. പഠനങ്ങൾ. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി എന്നാണ് വിളിക്കുന്നത്. രോഗ കാരണത്തെക്കുറിച്ചുള്ള പഠനം എറ്റിയോളജി. അലർജിയുടെ കാരണങ്ങളും ചികിത്സയും അലർജോളജി. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. ഹൃദയവും ഹൃദയരോഗങ്ങളും കാർഡിയോളജി. കോശങ്ങളിലെ രോഗങ്ങൾ സൈറ്റോപാത്തോളജി. ത്വക്ക് രോഗങ്ങളും ഡെർമറ്റോളജി. ഡയബറ്റീസ് മെലിറ്റസിനെക്കുറിച്ചുള്ള പഠനം ഡയബറ്റോളജി. പ്രമേഹത്തെക്കുറിച്ചാണ് ഡയബറ്റോളജി. പുരുഷന്മാരുടെ ആരോഗ്യത്തെക്കുറിച്ച് ആൻഡ്രോളജി. അനസ്തേഷ്യയും അനസ്തറ്റിക്സിനെക്കുറിച്ചാണ് അനസ്തഷ്യോളജി. രോഗബാധിത കലകളുടെ സൂക്ഷ്മ പഠനമാണ് ഹിസ്റ്റോപാത്തോളജി എന്നും വിളിക്കുന്നത്. മുറിവുകളെക്കുറിച്ചുള്ള പഠനം ട്രോമറ്റോളജി. വാക്സിനുകൾ വാക്സിനോളജി. ജന്തുരോഗങ്ങൾ സൂപാത്തോളജി. മരുന്നുകൾ ഫാർമക്കോളജി. നാഡീരോഗങ്ങൾ ന്യൂറോപാത്തോളജി. രോഗവർഗീകരണം നാസോളജി. സസ്യരോഗങ്ങൾ ഫൈറ്റോപാത്തോളജി. മരുന്നിൻ്റെ അളവ് പോസോളജി. മാനസിക സ്വാസ്ഥ്യം സൈക്കോപാത്തോളജി. മാനസിക രോഗത്തിനുള്ള മരുന്നുകളെക്കുറിച്ചാണ് സൈക്കോ ഫാർമക്കോളജി. മൃഗങ്ങളിലെ മാനസിക വ്യാപാരങ്ങൾ സൂസൈക്കോളജി. വിഷവസ്തുക്കളും ജീവികളിൽ അവയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് ടോക്സിക്കോളജി. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. സാൽമോണല്ല ഭക്ഷ്യവിഷബാധയുടെ ഇൻക്യുബേഷൻ പീരീഡ് 12 മുതൽ 24 മണിക്കൂർ വരെയാണ്. കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ് മണിക്കൂറുകൾ മുതൽ 5 ദിവസം വരെയാകും. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവിയാണ് വൈറസ്. RNA-യുള്ള വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോവൈറസ്. വേദനയില്ലാത്ത അവസ്ഥ അറിയപ്പെടുന്നത് അനാൽജസിയ എന്നാണ്. സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ എഫാസിയ. വായിക്കാൻ കഴിയാത്ത അവസ്ഥ അലക്സിയ. എഴുതാൻ കഴിയാത്ത അവസ്ഥയാണ് എഗ്രാഫിയ. ദഹനക്കേടിനെക്കുറിച്ച് ഡിസ്പെപ്സിയ. വിശപ്പില്ലായ്മ അനോറക്സിയ. ഉറക്കമില്ലായ്മ ഇൻസോംനിയ എന്നും വിളിക്കുന്നു. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ നോക്കാം. ക്ഷയം, വസൂരി അഥവാ സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ്, 5-ാം പനി, മീസിൽസ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടുനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ ഇവയെല്ലാം വായുവിലൂടെ പകരുന്ന രോഗമാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോമൈലൈറ്റിസ്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കുഷ്ഠവും എബോളയൊക്കെയാണ്. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ് ഒക്കെയാണ്. രോഗാണുബാധിതമായ രക്തം
സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി, സീറം ഹെപ്പറ്റൈറ്റിസും എയ്ഡ്സും ഒക്കെയാണ്. മൃഗങ്ങളിൽ പരത്തുന്ന രോഗങ്ങളാണ് പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ടാപ്പനി, കോംഗോ പനി, നിപ്പ, എബോളയൊക്കെ. ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ കൊതുക് പരത്തുന്നതാണ് മന്ത്, ക്യൂലക്സ് പെൺകൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകൾ. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി. ചിക്കൻ ഗുനിയ പരത്തുന്ന കൊതുകാണ് ഈഡിസ് ഈജിപ്റ്റി. മഞ്ഞപ്പനി ഈഡിസ് ഈജിപ്റ്റി. സിക്ക രോഗം ഈഡിസ് ഈജിപ്റ്റിയും ഈഡിസ് ആൽബോപിക്റ്റസ് തുടങ്ങിയ കൊതുകുകളാണ് സിക്ക രോഗം പരത്തുന്നത്. ജപ്പാൻ ജ്വരം രോഗാണുവാഹകരായിട്ടുള്ള പലതരം കൊതുകുകൾ പരത്തുന്നു. മറ്റ് ഷഡ്പദങ്ങൾ പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ള്, ടൈഫോയിഡ്. ടൈഫസ് രോഗം പരത്തുന്നത് പേനും ചെള്ളും ഒക്കെയാണ്. കാല അസർ പരത്തുന്നത് സാൻഡ് ഫ്ലൈ ആണ്. സ്ലീപ്പിംഗ് സിക്നസ് പരത്തുന്നത് സെറ്റ്സേ ഫ്ലൈ ആണ്. സെറ്റ്സേ ഫ്ലൈ എന്ന് വിളിക്കുന്ന ഒരു തരം ഈച്ചയാണ്. ക്ഷയരോഗം പരത്തുന്നത് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. ക്ഷയരോഗത്തിന് പേര് നൽകിയത് ജെ.എൽ. ഷോൺലിൻ ആണ്. രോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു തരം വാക്സിനാണ് BCG വാക്സിൻ. BCG കുത്തിവയ്പ് കുഞ്ഞിന് നൽകേണ്ടത് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെയാണ്. ലോകാരോഗ്യ സംഘടന കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന ഒരു തരം രോഗമാണ് ക്ഷയരോഗം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഇന്ത്യയാണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ച്. രോഗിയുടെ ചുമ, തുമ്മൽ എന്നിവ വഴിയാണ് ക്ഷയരോഗം പകരുന്നത്. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതി ഡോട്ട്സ് ചികിത്സ. ഡോട്ട്സിൻ്റെ പൂർണ്ണരൂപം ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ്. 5 മരുന്നുകളാണ് ഡോട്ട്സിലൂടെ ഒരേ സമയം നൽകുന്നത്. ഇത് മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്നും അറിയപ്പെടുന്നു. അടുത്തതായിട്ട് സാർസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഹോങ്കോങ്ങിൽ ആണ്, ചൈനയിലെ ഹോങ്കോങ്. സാർസിൻ്റെ പൂർണ്ണനാമമാണ് സിവിയർ അക്വാട്ടിക് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ്. സാർസ് ബാധിക്കുന്ന അവയവം ശ്വാസകോശം. സാർസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് സാധാരണയായിട്ട് 2 മുതൽ 7 ദിവസം വരെ, പക്ഷേ 10 ദിവസം വരെയും നീണ്ടു നിൽക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ബാധിക്കുന്ന ഒരു തരം രോഗമാണ് ജലദോഷം. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം നാസോഫാരിൻജൈറ്റിസ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെങ്കിപ്പനി, ക്ഷയം, പന്നിപ്പനി മുതലായ വേഗത്തിൽ കണ്ടെത്തുന്നതിനായിട്ട് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയേ ആണ്. ഡിഫ്തീരിയയുടെ മുഖ്യ ലക്ഷണങ്ങൾ നോക്കിയാൽ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംബ് ഗ്രന്ഥികളിലെ വീക്കം ഒക്കെയാണ്. കോശങ്ങളെ നശിപ്പിക്കുകയും രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ്. ഡിഫ്തീരിയ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആൻറ്റിടോക്സിനുകൾ ഉപയോഗിക്കുന്നു. ഡിഫ്തീരിയക്കെതിരെയുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രതിരോധം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ്. COVID-19 കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമം COVID-19 എന്നാണ്. കൊറോണ വൈറസ് ഡിസീസ്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം. കൊറോണ ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം. ലോകത്തിലാദ്യമായിട്ട് നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാനിലാണ് 2019 ഡിസംബർ മാസം 31. കൊറോണ ഒരു പാൻഡമിക് രോഗമാണ്. COVID-19 കാരണമാകുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമം SARS-CoV-2 ആണ്. COVID-19 സിംഗിൾ സ്റ്റാൻഡേർഡ് RNA (ssRNA) വൈറസാണ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലാൻഡ്.
ഇന്ത്യയിൽ ആദ്യമായിട്ട് നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യമായിട്ട് നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തൃശ്ശൂർ. കേരളത്തിൽ രണ്ടാമതായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴ. മൂന്നാമത് കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലെ കൽബുർഗിയിലാണ്. കൊറോണ എന്ന പേരിനുള്ള നഗരം സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയയിൽ ആണ്, US. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫിലിപ്പൈൻസ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഫ്രാൻസ്. ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 മരണം റിപ്പോർട്ട് ചെയ്തത് ഫ്രാൻസ്. ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് ബഹ്റൈനിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ല എറണാകുളം. കൊറോണ രോഗനിർണയ ടെസ്റ്റുകളാണ് PCR ടെസ്റ്റ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷനും, NAAT ടെസ്റ്റ്, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റും, RT-PCR ടെസ്റ്റ്. അതിൻ്റെ പൂർണ്ണരൂപം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ ബ്രേക്ക് ദ ചെയിൻ. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. COVID-19 സ്ഥിരീകരിച്ച ആദ്യ മൃഗം നാദിയ എന്ന കടുവയാണ്. ബ്രോങ്സ് മൃഗശാല, ന്യൂയോർക്ക്. മൃഗങ്ങൾക്കായിട്ടുള്ള ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യം റഷ്യയാണ്. കാർണിവാക് കോവ് എന്നാണ് വാക്സിൻ്റെ പേര്. മൃഗങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച COVID-19 വാക്സിനാണ് അനോകോവാക്സ്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30-നാണ്. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ഡോക്ടർ ലീ വെൻ ലിയാങ് ആണ്. പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് 2020 ഇന്ത്യയിൽ എപ്പിഡമിക് ആക്ട് പാസ്സായത് 1897. എപ്പിഡമിക് ഡിസീസ് അമെൻമെൻറ്റ് ആക്ട് 2020 നിലവിൽ വന്നത് 2020 ഏപ്രിൽ 22. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് കർണാടകത്തിൽ. 2021 ഡിസംബറിൽ ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് എറണാകുളത്താണ്. US കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം ഒമിക്രോൺ BA.2 ആണ്. ഒമിക്രോൺ വകഭേദത്തേക്കാൾ 10% വ്യാപനശേഷിയുള്ള വകഭേദം ബ്രിട്ടനിൽ കണ്ടെത്തിയത് XE ആണ്. 2021 മെയ്യിൽ കോവിഡ് രോഗികളിൽ കണ്ടെത്തിയ ഫംഗസ് രോഗബാധ ബ്ലാക്ക് ഫംഗസ് ആണ്. മ്യൂക്കോമൈക്കോസിസ് എന്നും വിളിക്കുന്നു. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് രോഗങ്ങൾ മെർസ്, സാർസ് തുടങ്ങിയ രോഗങ്ങളാണ്. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ മനീഷ് കുമാർ. ലോകത്തിൽ ആദ്യമായിട്ട് COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ. കേരളത്തിൽ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരത്ത് തോന്നയ്ക്കലാണ്. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ജപ്പാൻ. ഇന്ത്യയിലെ കോവിഡ് വാക്സിനുകൾ. കോവാക്സിൻ. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ COVID-19 വാക്സിനാണ് കോവാക്സിൻ. കോവാക്സിൻ്റെ ശാസ്ത്രീയ പേര് BVV152 എന്നാണ്. ഇൻട്രാമസ്കുലാർ വാക്സിനാണ് ഇത്. ഇനാക്ടിവേറ്റഡ് SARS-CoV-2 വൈറസ് അടങ്ങിയിരിക്കുന്നു. വികസിപ്പിച്ചെടുത്തത് ഭാരത് ബയോടെക് ഇന്ത്യ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR ആണ് വികസിപ്പിച്ചെടുത്ത മറ്റ് ഗ്രൂപ്പ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തുടങ്ങിയതും. അതേപോലെ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാനായിട്ട് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ DCGIയുടെ അനുമതി ലഭിച്ചത് 2020 ജൂലൈ മാസത്തിലാണ്. ഇന്ത്യയിൽ കോവാക്സിൻ അനുമതി ലഭിച്ചത് 2020 ഡിസംബറിൽ. കോവാക്സിൻ്റെ രണ്ടാം ഡോസ് എടുക്കേണ്ടത് ആദ്യ ഡോസിൻ്റെ 28 ദിവസത്തിന് ശേഷമാണ്. ഇന്ത്യയിൽ കോവാക്സിൻ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഇറാൻ, സിംബാബ്വെ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ്.
കോവാക്സിൻ ആദ്യം ലഭിച്ച രാജ്യം ഭൂട്ടാൻ. സൗഹൃദ രാഷ്ട്രങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്ന ഇന്ത്യ ആരംഭിക്കുന്ന സംരംഭത്തിൻ്റെ പേര് വാക്സിൻ മൈത്രി. 2022 ജനുവരിയിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച് 1 വർഷം തികഞ്ഞതിനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കൊമേമോറേറ്റീവ് പോസ്റ്റൽ ക്യാമ്പിൽ ഉൾപ്പെട്ട വാക്സിനാണ് കോവാക്സിൻ. ഇന്ത്യയുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ആദ്യ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റാമ്പിലാണ് ഹെൽത്ത് വർക്കറും വാക്സിൻ എടുക്കുന്ന സീനിയർ സിസ്റ്ററിൻ്റെയും ചിത്രത്തോടൊപ്പം ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് വാക്സിനായ കോവാക്സിനും ഉൾപ്പെട്ടത്. അടുത്തതായിട്ട് കോവിഷീൽഡ്. COVID-19 പ്രതിരോധിക്കുന്നതിനായിട്ട് ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് കോവിഡ് വൈറസിൻ്റെ ഗ്ലൈക്കോപ്രോട്ടീനുകൾ കോഡ് ചെയ്യുന്ന ഇരട്ടിക്കാൻ കഴിവില്ലാത്ത ചിമ്പാൻസി അഡിനോ വൈറസ് വെക്റ്റർ കോവിഷീൽഡിൽ അടങ്ങിയിരിക്കുന്നു. ഓക്സ്ഫോർഡിൽ സർവകലാശാല കോവിഷീൽഡ് വികസിപ്പിച്ചത് യൂറോപ്യൻ കമ്പനിയായ ആസ്ട്രാസെനീക്കയുമായി ചേർന്നാണ്. ശാസ്ത്രീയ നാമം AZD1222. കോവിഷീൽഡിൻ്റെ 2ാം ഡോസ് എടുക്കേണ്ടത് 84 ദിവസത്തിന് ശേഷമാണ്, 4 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിൽ. ഇന്ത്യയിൽ കോവിഷീൽഡിൻ്റെ വിതരണത്തിനും ഉൽപ്പാദനത്തിനും സഹായിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പൂനെയിൽ. സ്ഥാപിതമായത് 1966. കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ നിറം പിങ്ക്. അമേരിക്ക 2021 നവംബറിൽ ശീതീകരണ സംവിധാനം ആവശ്യമില്ലാത്ത പ്രോട്ടീൻ അധിഷ്ഠിത കോവിഡ് വാക്സിൻ വികസിപ്പിച്ചു. 2021 മെയ്യിൽ COVID-19 പ്രതിരോധത്തിനായിട്ട് റഷ്യ വികസിപ്പിച്ച സിംഗിൾ ഡോസ് വാക്സിനാണ് സ്പുട്നിക് ലൈറ്റ്. COVID-19 എതിരെയുള്ള ലോകത്തിലെ ആദ്യ പ്ലാസ്മിഡ് DNA വൈറസാണ് സൈക്കോവ്-ഡി. 2022 ഏപ്രിലോടുകൂടി പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ആദ്യ mRNA വാക്സിൻ നിർമ്മിക്കുന്ന പൂനെ ആസ്ഥാനമാക്കിയിട്ടുള്ള സ്ഥാപനം ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽ. മെസഞ്ചർ RNA വാക്സിൻ ശരീരത്തിൽ രോഗപ്രതിരോധത്തിന് കാരണമാകുന്ന പ്രോട്ടീൻ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കോശത്തിന് നൽകുന്നു. 2022 ജനുവരിയിൽ ഇന്ത്യയിൽ ബൂസ്റ്റർ ഡോസായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള അന്തിമഘട്ട ട്രയലിന് ഡ്രഗ്സ് കൺട്രോളർ ജനറലിൻ്റെ അനുമതി ലഭിച്ച ഇൻട്രോനേസൽ മൂക്കിലൂടെയുള്ള വാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച റിസപ്റ്റർ ബൈൻഡിംഗ് ഡൊമൈൻ RRD പ്രോട്ടീൻ സബ് യൂണിറ്റ് കോവിഡ് വാക്സിൻ കോർബാവാക്സ് ആണ്. കോർബാവാക്സ് വികസിപ്പിച്ചത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ബയോളജിക്കൽ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിൽ 12 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 28 ദിവസത്തെ ഇടവേളയിൽ നൽകുന്ന 2 ഡോസ് വാക്സിനാണ് കോർബാവാക്സ്. 5 മുതൽ 12 വയസ്സ് പ്രായമുള്ളവർക്ക് കോർബാവാക്സ് നൽകാൻ DGCA അംഗീകാരം നൽകി. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവുകൾ. വയർകടിക്ക് കാരണമായിട്ടുള്ള പ്രോട്ടോസോവ ആണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. വയറിളക്കത്തിന് കാരണമായ ഏറ്റവും ലളിതമായ ചികിത്സ ORT ആണ്, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. കോളറ പടരുന്നത് മലിനജലവും ഭക്ഷണ പദാർത്ഥങ്ങളും വഴിയാണ്. കണ്ടുപിടിച്ചത് ജോൺ സ്നോ ആണ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ബാക്ടീരിയൽ രോഗമാണ് ടൈഫോയിഡ്. കോളറ, അമീബിയാസിസ്, അതിസാരം, ഡിസെൻറ്റർ എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനി ORS ലായനി. ORS ലായനിയിൽ ഘടകങ്ങൾ ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയൊക്കെയാണ്. പക്ഷാഘാതത്തിന് വരെ കാരണമായേക്കാവുന്ന വൈറസ് രോഗമാണ് പോളിയോ. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. എലിപ്പനി പരത്തുന്ന ജീവി എലിച്ചെല്ല ആണ്. രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങളാണ് ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയൊക്കെയാണ്. 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായിട്ട് ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ മൃത്യുഞ്ജയം. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം കുഷ്ഠം. ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗം കുഷ്ഠം. ഹാൻസൻസ് രോഗം എന്നും അറിയപ്പെടുന്നത് കുഷ്ഠരോഗത്തെയാണ്.
കുഷ്ഠരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് ചർമ്മം, കണ്ണുകൾ, മൂക്ക്, പെരിഫറൽ ഞരമ്പുകൾ എന്നിവയിലാണ്. ദേശീയ കുഷ്ഠരോഗം നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയത് 1954-55 വന്യജീവികളിൽ നിന്നും മനുഷ്യരിൽ എത്തുകയും ഭീതിജനകമാം വിധം വ്യാപിക്കുകയും ചെയ്യുന്ന വൈറസ് രോഗമാണ് എബോള. എബോള രോഗം മനുഷ്യരിലേക്ക് എത്തിയത് 1976. എബോള രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആഫ്രിക്കയിലാണ്. സയറിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗം എബോള. എബോള രോഗം പരത്തുന്നത് കാരണമായിട്ടുള്ള ജന്തുക്കളാണ് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ, ചിമ്പാൻസി, ഗൊറില്ല. എബോളയുടെ രോഗകാരിയാണ് RNA വൈറസാണ്. എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഒരു കൂട്ടം രോഗലക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാണ് രോഗലക്ഷണ സഞ്ചയം സിൻഡ്രോം എന്ന് പറയുന്നത്. എയ്ഡ്സ് ആദ്യമായിട്ട് തിരിച്ചറിയപ്പെട്ടത് 1981. ഈ രോഗത്തിന് എയ്ഡ്സ് എന്ന പേര് നൽകിയത് 1982. എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടഗ്നിയർ ആണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV വൈറസാണ്. എയ്ഡ്സ് വൈറസ് കണ്ടുപിടുത്തത്തിന് 2008 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ലൂക്ക് മൊണ്ടഗ്നിയർ, ഫ്രാങ്കോയിസ് ബാരിൻസിനൗസിക്കൊക്കെ ആണ്. എയ്ഡ്സ് തിരിച്ചറിയാനായിട്ട് നടത്തുന്ന പ്രാഥമിക പരിശോധന എലിസ ടെസ്റ്റാണ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ എന്നതാണ് എലിസ ടെസ്റ്റിൻ്റെ പൂർണ്ണരൂപം. എയ്ഡ്സ് സ്ഥിരീകരിക്കാനായിട്ട് നടത്തുന്ന ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം എയ്ഡ്സ് വൈറസ് മാക്രോഫേജ് കോശത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻസ് എന്ന രാസാഗ്നിയുടെ സഹായത്താൽ വൈറസിൻ്റെ ജീനോം ഇരട്ടിച്ച് വൈറൽ DNA ആയിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ വൈറൽ DNA ആതിഥേയ കോശത്തിൻ്റെ DNAയുമായിട്ട് ചേർക്കപ്പെടുകയും തുടർന്ന് വൈറൽ കാരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മാക്രോഫേജുകൾ വൈറസ് ഉൽപ്പാദനം നടത്തിക്കൊണ്ട് HIV നിർമ്മാണശാലയായിട്ട് പ്രവർത്തിക്കുന്നു. അതേസമയം തന്നെ HIV സംഗായക T ലിംഫോസൈറ്റിൽ പ്രവേശിച്ച് ഇരട്ടിക്കുകയും പുതിയ വൈറസ് കണങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. രോഗാണുബാധിതനായ വ്യക്തിയുടെ ശരീരത്തിലെ സഹായക T ലിംഫോസൈറ്റുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുന്നു. ഈ കാലയളവിൽ രോഗബാധിതനായിട്ടുള്ള വ്യക്തിയിൽ ഭാരക്കുറവ്, പനി, അതിസാരം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. സാധാരണ അവസ്ഥയിൽ തരണം ചെയ്യാൻ കഴിയുമായിരുന്ന മൈക്രോബാക്ടീരിയം പോലെയുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പരാതങ്ങളായ ടോക്സോപ്ലാസ തുടങ്ങിയവയുടെ ആക്രമണത്തെ പോലും ചെറുത്തു നിൽക്കാൻ കഴിയാതെ വരുന്നു. എയ്ഡ്സ് പകരുന്ന മാർഗങ്ങൾ നോക്കിയാൽ രോഗാണുബാധിതനായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം വഴി, രോഗബാധിതരുടെ രക്തത്തിൽ നിന്നും രക്ത ഉൽപ്പന്നങ്ങളുടെ നിവേശനം വഴി, മയക്കുമരുന്ന് സിരകളിലേക്ക് കുത്തിവെക്കുന്നവർ പങ്കുവെക്കുന്ന രോഗാണുബാധിതനായ സൂചികൾ വഴി, രോഗബാധിതനായിട്ടുള്ള അമ്മയിൽ നിന്നും പ്ലാസൻ്റ വഴി അവരുടെ കുഞ്ഞുങ്ങളിലേക്ക്, ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉള്ള വ്യക്തികൾ, മയക്കുമരുന്ന് കുത്തിവെക്കുന്നവർ, തുടർച്ചയായിട്ട് രക്തനിവേശനം ആവശ്യമുള്ള വ്യക്തികൾ, HIV ബാധിതരായിട്ടുള്ള അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞ് തുടങ്ങിയവർക്ക് ഈ രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് രാജ്യം അമേരിക്കയാണ്. വർഷം 1981 ജൂൺ 5. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടർ സുനിധി സോളമനാണ്. വർഷം 1986. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല പത്തനംതിട്ട. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടിയാണ് ART, ആൻറ്റി റിട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ്. എയ്ഡ്സിന് കാരണമായ വൈറസിൻ്റെ ശക്തി കുറച്ച് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ചികിത്സയാണ് ആൻറ്റി റിട്രോ വൈറൽ ചികിത്സ. ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി 3 ലൈഫ് ഇനിഷ്യേറ്റീവ് എന്നതാണ്. രാജ്യത്തെ എയ്ഡ്സ് കേസ് കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ ദേശീയ എയ്ഡ്സ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1986.
നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. ലോക എയ്ഡ്സ് ദിനമായിട്ട് ഡിസംബർ 1 ആചരിക്കാൻ തുടങ്ങിയത് 1988 മുതലാണ്. റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ്. ദേശീയ എയ്ഡ്സ് രോഗനിയന്ത്രണ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ സ്ഥാപിച്ച എയ്ഡ്സ് രോഗനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായിട്ടും തടഞ്ഞ ആദ്യ രാജ്യം ക്യൂബയാണ്. ആദ്യ ഏഷ്യൻ രാജ്യം തായ്ലൻഡ്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഉള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക. അടുത്തതായിട്ട് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം കരൾ വീക്കമാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം കരൾ. വൈറസുകൾ മൂലമോ അമിത മദ്യപാനം മൂലമോ രോഗമുണ്ടാകുന്നു. ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ ബാഹ്യ ലക്ഷണം ശ്ലേഷ്മമാസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും ഉണ്ടാകുന്ന കടും മഞ്ഞ നിറം. ശ്ലേഷ്മാസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും ഉണ്ടാകുന്ന കടും മഞ്ഞ നിറത്തിന് കാരണം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയപ്പെടുന്നതിനാൽ പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നു. ഹെപ്പറ്റൈറ്റിസ് രോഗം വ്യാപിക്കുന്നത് മലിനമായിട്ടുള്ള ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയാണ്. ഹെപ്പറ്റൈറ്റിസ് എ. രോഗിയുമായിട്ട് അടുത്തിടപഴകുമ്പോഴോ മലിനമായിട്ടുള്ള ഭക്ഷണം, വെള്ളം ഉപയോഗിക്കുമ്പോഴോ രോഗം പകരാവുന്നതാണ്. തീവ്ര വ്യാപന ശേഷിയുള്ള ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനാൽ ഉണ്ടാകുന്നു. രോഗിയുടെ ശരീരദ്രവങ്ങളും വിസർജ്യത്തിലും വൈറസ് സാന്നിധ്യം ഉണ്ടാകും. രോഗലക്ഷണം കാണിക്കുന്നതിന് മുൻപ് തന്നെ രോഗം പരത്താനുള്ള ശേഷി രോഗിക്കുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ശരീരസ്രവങ്ങളിലൂടെ പകരുന്നു. ലൈംഗിക ബന്ധം, അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് രക്തം സ്വീകരിക്കൽ, സിറിഞ്ച് പങ്കിടുമ്പോൾ രോഗം പകരുന്നു. വാക്സിൻ കൊണ്ട് തടയാവുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് സി രോഗിയുടെ രക്തവുമായിട്ട് സമ്പർക്കത്തിലാകുന്നത് വഴി പകരുന്നു. സിറിഞ്ച് പങ്കിടുമ്പോൾ രോഗം പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ഡി രോഗിയുടെ രക്തവുമായിട്ട് സമ്പർക്കത്തിലാകുന്നത് വഴി പകരുന്നു. സിറിഞ്ച് പങ്കിടുമ്പോൾ രോഗം പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ബാധിതരായവരിൽ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് ഡി രോഗബാധിത ഉണ്ടാകുകയുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് കാരണമുണ്ടാകുന്നു. മലിനമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥത്തിലൂടെയോ ജലത്തിലൂടെയോ പകരുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് റാറ്റ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് മനുഷ്യനിൽ കണ്ടെത്തിയത് രാജ്യം ഹോങ്കോങ്. സിഫിലിസ് എന്നറിയപ്പെടുന്ന മറ്റ് പേരുകൾ ഉഷ്ണപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ് എന്നൊക്കെയാണ്. പന്നിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത മെക്സിക്കോയിലാണ്. പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഹോങ്കോങ്, ചൈനയിലെ ഹോങ്കോങ്. മാൾട്ടാപ്പനി കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എറണാകുളം. കോങ്കോ പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പക്ഷിപ്പനി വാക്സിൻസ് വികസിപ്പിച്ചെടുത്തത് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലബോറട്ടറിയാണ് ഭോപ്പാലിൽ. തൊഴിലിടങ്ങളിലെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് തൊഴിൽജന്യ രോഗങ്ങൾ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ന്യൂമോകോണിയോസിസ് ആണ്. ടിൻ, മൈക്ക, സ്വർണ്ണഖനി തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം സിലിക്കോസിസ്. ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ആസ്ബറ്റോസിസ്. രോഗവിശേഷണങ്ങൾ: ചതുപ്പ് രോഗം മലമ്പനി, ബ്ലാക്ക് വാട്ടർ ഫീവർ മലമ്പനി, നാവികേര പ്ലേഗ് സ്കാർവി, ലോക്ജോ ഡിസീസ് ടെറ്റനസ്, ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി, കറുത്ത മരണം പ്ലേഗ്, വെളുത്ത പ്ലേഗ് ക്ഷയം, കോക്ക് രോഗം ക്ഷയം, ഹാൻസൻസ് രോഗം കുഷ്ഠം, കില്ലർ ന്യൂമോണിയ സാർസ്, വീൽസ് ഡിസീസ് എലിപ്പനി, 7 ഡേ ഫീവർ എലിപ്പനി, ബ്ലാക്ക് ജോണ്ടിസ് എലിപ്പനി, ബ്ലൂ ഡെത്ത് കോളറ, വിഷുചിക കോളറ, റിവറൈൻ രോഗം കോളറ, തൊണ്ടമുള്ള് ഡിഫ്തീരിയ, മൂൾസോർസിസ് ഡിസീസ് ആന്ത്രാക്സ്, മാർജാര നൃത്തരൂപം മീനമാത രോഗം, വില്ലൻ ചുമ പെർട്ടൂസിസ്, എൻറ്ററിക് ഫീവർ ടൈഫോയിഡ്, സന്നിപാത ജ്വരം ടൈഫോയിഡ്, സ്ലിം ഡിസീസ് എയ്ഡ്സ്, ഗ്രിഡ് രോഗം എയ്ഡ്സ് ആണ്. കാല അസർ ലീഷ്മാനിയാസിസ്, സ്മൃതി നാശരോഗം അൽഷിമേഴ്സ്, പിള്ളവാതം പോളിയോ, ഇൻഫൻറ്റൈൽ
പാരാലിസിസ് പോളിയോ, കഫവാതജ്വരം ന്യൂമോണിയ, റുബെല്ല, ജർമ്മൻ മീസിൽസ്, നിശബ്ദനായ കൊലയാളി അമിത രക്തസമ്മർദ്ദം, ക്രൂസ് ബെൽറ്റ് ജേക്കബ് രോഗം ഭ്രാന്തിപ്പശു രോഗമാണ്, നിശബ്ദനായ കാഴ്ച അപഹാരകൻ ഗ്ലൗക്കോമ, ഷേക്കിംഗ് പാൾസി പാർക്കിൻസൺസ് രോഗം, ഉറക്കരോഗം ആഫ്രിക്കൻ ട്രിപ്പനോസോമാനിയാസിസ്, റുബിയോള മീസിൽസ് ആണ് 5-ാം പനി, അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ, ഗ്രേവ്സ് രോഗം ഗോയിറ്റർ, മദ്രാസൈ ചെങ്ങണ്ണ്, രാജകീയ രോഗം ഹീമോഫീലിയ, ക്രിസ്മസ് രോഗവും ഹീമോഫീലിയ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്, വർഷം 1986. ഇന്ത്യയിൽ ആദ്യമായിട്ട് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ് 2009. ഇന്ത്യയിൽ ആദ്യമായിട്ട് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് നന്ദൻബാർ ആണ്, മഹാരാഷ്ട്രയിലെ നന്ദൻബാർ, വർഷം 2006. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലും ഇന്ത്യയിലെ കിഴക്കൻ തീരങ്ങളിലുമാണ് 1963-64 കാലഘട്ടത്തിൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്ത, വർഷം 1963. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലം സിലിഗുരി, പശ്ചിമ ബംഗാളിലെ സിലിഗുരി, വർഷം 2001. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാർസ് റിപ്പോർട്ട് ചെയ്തത് ഗോവയിൽ 2003. അടുത്തതായിട്ട് മന്ത് രോഗത്തെക്കുറിച്ച് നോക്കാം. വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത്. മന്തിന് കാരണമായിട്ടുള്ള വിര ഫൈലേറിയൽ വിര. മന്ത് പരത്തുന്ന കൊതുക് ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് രോഗത്തിൻ്റെ മറ്റൊരു നാമം എലിഫന്റിയാസിസ്. മന്ത് ബാധിക്കുന്നത് ലിംബ് ഗ്രാഹിയെയാണ്. ദേശീയ മന്ത് രോഗ നിയന്ത്രണ പരിപാടി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1955. ദേശീയ മന്ത് രോഗ ദിനം നവംബർ 11. മന്ത് രോഗ നിവാരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഗുളികകൾ ഡ്രൈ ഈഥൈൽ കാർബോമൈസിൻ സിട്രേറ്റ്, ആൽബൻഡസോൾ അടങ്ങിയ ഐവർമെക്റ്റിൻ എന്നിവയൊക്കെയാണ്. അടുത്തതായിട്ട് ജപ്പാൻ ജ്വരം, ജാപ്പനീസ് എൻസഫലൈറ്റീസിനെ കുറിച്ച് നോക്കാം. ജാപ്പനീസ് എൻസഫലൈറ്റീസ് രോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകാണ്. തലച്ചോറും സുഷുമ്നാ നാഡിയും ഉൾപ്പെടുന്ന കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളെ ബാധിക്കുന്ന വൈറൽ അണുബാധയാണ് ജാപ്പനീസ് എൻസഫലൈറ്റീസ്. ജാപ്പനീസ് എൻസഫലൈറ്റീസ് കാരണമാകുന്നത് ഫ്ലാവി വൈറസ് ആണ്. മലേറിയ, മലമ്പനിയെക്കുറിച്ച് നോക്കാം. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. മലേറിയ എന്ന വാക്കിനർത്ഥം ദൂഷിതമായിട്ടുള്ള വായു. മലേറിയ പരത്തുന്ന രോഗാണു പ്ലാസ്മോഡിയം പ്രോട്ടോസോവ ആണ്. മലമ്പനിക്ക് കാരണമായ വിവിധ പ്ലാസ്മോഡിയങ്ങൾ ആണ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. സിക്കിൾ സെൽ അനീമിയ രോഗങ്ങൾക്ക് കാരണമായ മലേറിയ ബാധിക്കുന്നില്ല. മലമ്പനിയുടെ അപരനാമങ്ങൾ ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം എന്നൊക്കെയാണ്. ഏറ്റവും മാരകമായിട്ടുള്ള മലമ്പനി ഫാൽസിപ്പാരം മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന അവസ്ഥ കാണപ്പെടുന്ന മലമ്പനിയാണ് ഫാൽസിപ്പാരം മലമ്പനി. രക്തകോശങ്ങൾ നശിച്ച് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നതിനാൽ മൂത്രം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. മലേറിയ രോഗാണുവിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് അൽഫോൺസ് ലവറൈൻ ആണ്. അനോഫിലസ് കൊതുകുകൾ വഴിയാണ് മലേറിയ പകരുന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ചത് റൊണാൾഡ് റോസ്. മലമ്പനിയുടെ രോഗാണുവായിട്ടുള്ള പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആണ്. 1902 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് റൊണാൾഡ് റോസിനാണ്. ലോക മലമ്പനി ദിനം ഏപ്രിൽ 25. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ അണുബാധ ഘട്ടം അറിയപ്പെടുന്നത് സ്പോറോസോയിറ്റ് എന്നാണ്. സ്പോറോസോയിറ്റ്. അടുത്തതായിട്ട് മഞ്ഞപ്പനിയെക്കുറിച്ച് നോക്കാം. രോഗം ബാധിച്ച കൊതുകുകളിലൂടെ കടിയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന വൈറൽ പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പനി. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകുകൾ ഈഡിസ് കൊതുകുകൾ. മഞ്ഞപ്പനി കൂടുതൽ കണ്ടുവരുന്ന മേഖലകൾ ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. മഞ്ഞപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ഫ്ലാവി വൈറസ് ആണ്. ഒരിനം ആൽബോ വൈറസ് ആണ് ഫ്ലാവി വൈറസ്. അടുത്തതായിട്ട് ഡെങ്കിപ്പനിയെക്കുറിച്ച് നോക്കാം. ഡെങ്കിപ്പനി പരത്തുന്ന പ്രധാന കൊതുകുകൾ ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് ആൽബോപിക്സ് തുടങ്ങിയവയാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ വ്യാപകവും ഗുരുതരവുമായിട്ടുള്ള രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ഫ്ലാവി വൈറസ് ആണ്.
കടുത്ത സന്ധിവേദനയും പേശീവേദനയും അനുഭവപ്പെടുന്നതിനാൽ ഡെങ്കിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേര് ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ്. ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ നോക്കിയാൽ കടുത്ത തലവേദന, വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം, കണ്ണ് ചലിപ്പിക്കുമ്പോൾ വേദന, ശരീരത്തിലുണ്ടാകുന്ന ചുവന്ന തിണർപ്പുകൾ, മയക്കം, രക്തസ്രാവം എന്നിവയൊക്കെയാണ്. ദേശീയ ഡെങ്കി ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 16. ഡെങ്കിപ്പനി രോഗനിർണയ ടെസ്റ്റ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. അടുത്തതായിട്ട് സിക്ക വൈറസ്. കുരങ്ങുകളിൽ കണ്ടുവരുന്ന സിക്ക വൈറസ് കൊതുകുകളിലൂടെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. ഗുരുതരമായിട്ടുള്ള രോഗമല്ലെങ്കിലും ഗർഭിണികൾക്ക് സിക്ക ബാധിച്ചാൽ ചിലപ്പോൾ ഗർഭസ്ഥ ശിശുവിലേക്ക് തലച്ചോറിന് വളർച്ച മുരടിക്കുന്ന മൈക്രോസെലഫി എന്ന ജന്മവൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സിക്ക വൈറസ് പരത്തുന്ന കൊതുകുകൾ ഈഡിസ്. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഗില്ലൻ ബാരി. ഇന്ത്യയിൽ ആദ്യമായിട്ട് സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട നഗരം ഗുജറാത്തിലെ അഹമ്മദാബാദ്. സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട രണ്ടാമത്തെ സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച സ്ഥലം തിരുവനന്തപുരത്തെ പാറശാലയാണ്. ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക. ചിക്കൻ ഗുനിയ പരത്തുന്ന കൊതുകുകൾ ഈഡിസ് ഈജിപ്റ്റി ആൻഡ് ഈഡിസ് ആൽബോപിക്സ് തുടങ്ങിയവയാണ്. ചിക്കൻ ഗുനിയ പരത്തുന്ന രോഗാണു ഗ്രൂപ്പ് എ ആൽഫ വിഭാഗത്തിൽപ്പെടുന്ന RNA വൈറസാണ്. ചിക്കൻ ഗുനിയയുടെ ലക്ഷണങ്ങൾ നീർക്കെട്ടോട് കൂടിയിട്ടുള്ള കടുത്ത സന്ധിവേദന, കടുത്ത നടുവേദന, ചുവന്ന കലങ്ങിയ കണ്ണുകൾ ആണ്. ചിക്കൻ ഗുനിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് 1 മുതൽ 12 ദിവസം വരെയാണ്. കേരളത്തിൽ ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഒളവണ്ണ, കോഴിക്കോടാണ്. 2006 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ടാൻസാനിയ ആണ്. ആഫ്രിക്കയിലെ ടാൻസാനിയ. വെസ്റ്റ് നൈൽ പനി. വെസ്റ്റ് നൈൽ പനിയുടെ രോഗകാരി വെസ്റ്റ് നൈൽ വൈറസാണ്. വെസ്റ്റ് നൈൽ പനി പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകൾ. ലോകത്തിൽ ആദ്യമായിട്ട് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തത് 1937 ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ജില്ലയിലെ ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തത് 2011 മെയ്യിൽ. നിപ്പ വൈറസ്. നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആദ്യ രാജ്യം മലേഷ്യ ആണ്. സിംഗപ്പൂർ, മലേഷ്യ 1999. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2018 മെയ് 19. ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സാണ് ലിനി പുതുശ്ശേരി. നിപ്പ വൈറസ് ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനിടയിൽ വൈറസ് ബാധയേറ്റ് മരണപ്പെട്ടതിനോട് ഉള്ള ആദര സൂചകമായിട്ടാണ്. നിപ്പ വൈറസ് ബാധ കണ്ടെത്തിയതിനുള്ള ബഹുമാനാർത്ഥം കേരള സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ അനൂപ് കുമാർ. നിപ്പ വൈറസ് പ്രതിരോധിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വാക്സിനുകൾ റാബി വൈറസ് ആൻഡ് ക്ലോറോക്വിൻ ആണ്. റിബാവൈറിൻ ആൻഡ് ക്ലോറോക്വിൻ. നിപ്പയ്ക്ക് സമാനമായ വവ്വാലുകൾ പരത്തുന്ന മറ്റൊരു വൈറസാണ് ഹെൻഡ്ര വൈറസ് HEV. ഹെൻഡ്രോ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ആദ്യ രാജ്യം ഓസ്ട്രേലിയ 1994. ഈച്ചകൾ. ഹൗസ് ഫ്ലൈ പരത്തുന്ന രോഗങ്ങളാണ് അതിസാരം, കോളറ, ഡിസെൻറ്ററി, അമീബിയാസിസ്, ടൈഫോയിഡ്, കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്ങണ്ണ്. അമീബിയാസിസ് ഉണ്ടാക്കുന്ന പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. ട്രോക്കോമ ഇല്ലാതാക്കാനായിട്ട് WHO ആവിഷ്കരിച്ച പൊതുജനാരോഗ്യ തന്ത്രം സേഫ്. കാല അസർ. കരിബാനി. മലേറിയ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാരകവും മരണകാരിയുമായിട്ടുള്ള പകർച്ചവ്യാധിയാണ് കാല അസർ. കരിമ്പനി ബാധിച്ചിരിക്കുന്നത് പ്രധാന ആന്തരിക അവയവങ്ങൾ, പ്ലീഹ, മജ്ജ, അസ്ഥികളിലുമാണ്. കരിമ്പനി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ ബ്ലാക്ക് ഫീവർ, കാല അസർ, ഡം ഫീവർ, ബ്ലാക്ക് സിക്നസ് എന്നൊക്കെയാണ്. വൈദ്യശാസ്ത്രപരമായിട്ട് കരിമ്പനി അറിയപ്പെടുന്ന പേര് വിസറൽ ലിഷ്മാനിയാസിസ് എന്നാണ്. സാൻഡ് ഫ്ലൈ പനി. സാൻഡ് ഫ്ലൈ പനി ഒരു വൈറൽ അണുബാധയാണ്. സാൻഡ് ഫ്ലൈ പനിയുടെ രോഗാണു ഫ്ലൈബോ വൈറസ് ആണ്. സാൻഡ് ഫ്ലൈ പനി അറിയപ്പെടുന്ന പേരുകൾ ത്രിദിന പനി, ഫ്ലൈബോ ടൈമസ് പനി, പപ്പട്ടാസി പനി എന്നൊക്കെയാണ്.
അടുത്തതായിട്ട് ടെസ്റ്റുകളും രോഗങ്ങളും. മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയരോഗത്തിനുള്ള ടെസ്റ്റാണ്. ടൈം ടെസ്റ്റ് നടത്തുന്നതും ക്ഷയരോഗം നിർണ്ണയിക്കാൻ. TST ട്യൂബർക്കുലോസിസ് സ്കിൻ ടെസ്റ്റ് ക്ഷയരോഗം. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ചിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി. എലീസ ടെസ്റ്റ് എയ്ഡ്സ്. PCR ടെസ്റ്റ് എയ്ഡ്സ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ്. നേവ ടെസ്റ്റും എയ്ഡ്സ്. VDRL ടെസ്റ്റ് സിഫിലിസ്. വാസർമാൻ ടെസ്റ്റ് കുഷ്ഠം. ലെപ്രമിൻ ടെസ്റ്റ് കുഷ്ഠം. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ. ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ നിർണ്ണയിക്കുന്ന ടെസ്റ്റുമാണ്. മാമോഗ്രഫി ടെസ്റ്റ് സ്ഥാനാർബുദം. ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് മാലക്കണ്ണ്. ബിലിറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം. DNA ടെസ്റ്റ് പിതൃത്വ പരിശോധന നിർണ്ണയിക്കാൻ. രോഗാണുക്കൾ കണ്ടെത്തിയവർ. പ്ലേഗ് രോഗാണുവാണ് കണ്ടെത്തിയത് എർസിൻ കിറ്റ്സാട്ടോ 1894. രണ്ടുപേരും സ്വതന്ത്രമായിട്ട് കണ്ടെത്തി. ന്യൂമോണിയ ബാക്ടീരിയ കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ സ്ട്രൈൻബർഗിലാണ് 1881. എലിപ്പനിയുടെ രോഗാണുവാണ് റൂക്കേച്ച ഇനാഡ 1915 കണ്ടെത്തി. ലെപ്രസി ബാക്ടീരിയ കണ്ടെത്തിയത് ഹാൻസൺ ആണ് 1873. ഗൊണേറിയ രോഗാണുവിനെ കണ്ടെത്തിയത് നീസർ ആണ് വർഷം 1879. ഡിഫ്തീരിയ രോഗാണുവിനെ കണ്ടെത്തിയത് ലോഫ്ലർ, എഡ്വിൻ ക്ലബ്സ് തുടങ്ങിയവരാണ് 1884. ടെറ്റനസ് ബാക്ടീരിയ ആണ് കണ്ടെത്തിയത് നിക്കോലൈൻ ആണ് 1884. രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളും. മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത് തലച്ചോറ് നാഡീവ്യവസ്ഥയുമാണ്. അപസ്മാരം ബാധിക്കുന്നത് പേവിഷബാധ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, പോളിയോ മെലിറ്റൈസ്, കുഷ്ഠം, പാരാലിസിസ് എന്നിവയൊക്കെ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ഹണ്ടിങ്ടൺ ഡിസീസ് ബാധിക്കുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥയും എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെയാണ്. മുണ്ടിനീര് പരോട്ടിഡ് ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്നു. മലേറിയ ബാധിക്കുന്നത് പ്ലീഹയും കരളിനെയുമാണ്. ടോൺസിലൈറ്റിസ് ബാധിക്കുന്നത് ടോൺസിൽ ഗ്രന്ഥി. ഗോയിറ്റർ തൈറോയ്ഡ് ഗ്രന്ഥി. ഡിഫ്തീരിയ തൊണ്ട. ബ്രോങ്കൈറ്റിസ്, സാർസ്, COVID-19, സിലിക്കോസിസ്, ക്ഷയം, മേഴ്സ് എന്നിവയൊക്കെ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയും. ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് എന്നിവയൊക്കെ ബാധിക്കുന്നത് കരളിനെയുമാണ്. സോറിയാസിസ്, എക്സിമ, മെലനോമയൊക്കെ ബാധിക്കുന്നത് ത്വക്കിനെ. പയൂറിയ, ജിഞ്ചിവൈറ്റ്സ് എന്നിവയൊക്കെ ബാധിക്കുന്നത് മോണയാണ്. രോഗങ്ങളും രോഗകാരികളും. ബാക്ടീരിയ രോഗങ്ങൾ കോളറ, വിബ്രിയോ കോളറ. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. കുഷ്ഠം മൈക്രോബാക്ടീരിയം ലെപ്രേ. ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഡിഫ്തീരിയ സാൽമോണല്ല ടൈഫി. വില്ലൻ ചുമ ബോർഡിറ്റെല്ല പെർട്ടൂസിസ്. പ്ലേഗ് എർസീനിയ പെസ്റ്റിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ. ഗുണേറിയ നിസേറിയ ഗുണേറിയ. സിഫിലിസ് ട്രിപ്പോനിമ പലീഡം. ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാക്സിസ്. തൊണ്ടകാറൽ സ്ട്രെപ്റ്റോകോക്കസ്. ഭക്ഷ്യവിഷബാധ സാൽമോണല്ല, സ്റ്റെഫോലോകോക്കസ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്നിവയൊക്കെയാണ്. ഡിസെൻറ്ററി, ഷിഗല്ല. വൈറസ് രോഗങ്ങളെ നോക്കുമ്പോൾ എയ്ഡ്സ്, HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ചിക്കൻ ബോക്സ്, വേരിസെല്ല സോസ്റ്റർ വൈറസ്, സ്മാൾ പോക്സ് അഥവാ വസൂരി, വേരിയോള വൈറസ്, ജലദോഷം റൈനോ വൈറസ്, മീസിൽസ്, റൂബിയോള വൈറസ്, മോർബിലി വൈറസും ആണ്. ചിക്കൻ ഗുനിയ വൈറസ് CHIKV ആൽഫ വൈറസാണ്. പോളിയോ മെലിറ്റീസ്, പോളിയോ വൈറസ്. പേവിഷബാധ റാബീസ് വൈറസ്, സ്ട്രീറ്റ് വൈറസ് അഥവാ നിസ്സ വൈറസ് എന്നിവയൊക്കെയാണ്. അരിമ്പാറ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഡെങ്കിപ്പനി, ഫ്ലാവി വൈറസ്, സാർസ് കൊറോണ വൈറസ്, പന്നിപ്പനി H1N1 വൈറസ്, പക്ഷിപ്പനി H5N1 വൈറസ്, മുണ്ടിനീര് പാരാമിക്സോ വൈറസ്, മാംസ് വൈറസ് എന്നും അറിയപ്പെടുന്നു. എബോള വൈറസ്, നിപ്പ വൈറസ്, വെസ്റ്റേൺ നൈൽ പനി, വെസ്റ്റേൺ നൈൽ വൈറസ്, കുരങ്ങ് പനി, KFD വൈറസ്, COVID-19, സാർസ് കൊറോണ വൈറസ് 2, വസൂരി, വേരിയോള വൈറസ്, പകർച്ചപ്പനി
ഇൻഫ്ലുവൻസ വൈറസ്, ഫംഗസ് രോഗങ്ങൾ, അത്ലറ്റ് ഫൂട്ട്, എപ്പിഡെർമോഫൈറ്റോൺ ഫ്ലോക്കോസം, കാൻഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ്, റിംഗ് വേം, മൈക്രോസ്പോറം, ആസ്പർജില്ലിയാസിസ്, ആസ്പർജില്ലസ് ഓട്ടോമൈക്കോസിസ് എന്നിവയാണ് ബാധിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി രോഗങ്ങൾ എന്ന ഈ ഒരു വലിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. എനിക്കറിയാം ഇതൊരു വലിയ വീഡിയോ ആണ്, പക്ഷേ ഇത്രയും ടോപ്പിക്ക് ഹോളായിട്ട് കവർ ചെയ്തുകൊണ്ടാണ് ഇത് ലെങ്ത് കൂടിപ്പോയത്. നിങ്ങൾ മാനേജ് ചെയ്യുക. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് PSC റിലേറ്റഡ് വീഡിയോസിനും ടോപ്പിക് വൈസ് വീഡിയോസിനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാത്തിനുമായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.